ഹായ് ഫ്രണ്ട്സ്, ഡിസ്കവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് രണ്ട് ലെൻസുകളുടെ ഒരു കമ്പാരിസനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നിക്കോണിൻ്റെ 70-300 ലെൻസിൻ്റെ ഒരു കമ്പാരിസനാണ്. ഒരു ലെൻസ് എന്ന് പറയുന്നത് നിക്കോണിൻ്റെ 70-300 ലെൻസാണ്. രണ്ടാമത്തെ ലെൻസ് നോക്കുകയാണെങ്കിൽ കാനോണിൻ്റെ 55-250 ലെൻസാണ്. സോ ഈ രണ്ട് ലെൻസ് തമ്മിലുള്ള കമ്പാരിസൺ, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതായിട്ട് നമുക്ക് ഈ ലെൻസുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ലെൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാനോൺ ലെൻസ് നോക്കുകയാണെങ്കിൽ 55-250 ആണ് ഈ ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ നിക്കോൺ ലെൻസ് ആണെങ്കിൽ 70-300 ലെൻസാണ് വന്നിട്ടുള്ളത്. സോ ഇതിന് കൂടുതൽ ഫോക്കൽ ലെങ്ത് അവൈലബിൾ ആണ് ഈ ഒരു ലെൻസിൽ നോക്കുകയാണെങ്കിൽ. എന്നാൽ എഫ് നമ്പറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4-5.6 ആണ് ഈ ഒരു കാനോൺ ലെൻസിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ നോക്കുകയാണെങ്കിൽ 4.5-6.3 ആണ് ഇതിൻ്റെ അപ്പേർച്ചർ വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല അപ്പേർച്ചർ തരുന്നൊരു ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാനോണിൻ്റെ 55-250 ലെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. വേറെ എക്സ്റ്റേണലി നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ 70-300 ലെൻസിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിലോട് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കാം, വേണ്ടവർ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മളതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇതിൻ്റെ ക്രോമാറ്റിക് അബ്രഷനെ കുറിച്ചും അതെന്തൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ലെൻസിനെ കുറിച്ചുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ലെൻസിൻ്റെ റിവ്യൂ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം, വേണ്ടവർ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിലും അത്യാവശ്യം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലുള്ളതായാലും ഇതിൻ്റെ ഷാർപ്പ്നെസ്, ഇമേജ് ക്വാളിറ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അത്. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പാരിസണിലേക്ക് കിടക്കാം. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യം 70-300 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെങ്കിൽ 55-250 ആണ് വന്നിട്ടുള്ളത്. അപ്പേർച്ചറിൻ്റെ കാര്യം പറഞ്ഞു, ഇതിന് കുറച്ച് കൂടുതലാണ് അപ്പേർച്ചറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ. ഇനി സൈസിൻ്റെയും വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സൈസും വെയിറ്റും നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ആ ഒരു കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ കാനോണിൻ്റെ ലെൻസാണ്. കാനോണിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയുണ്ടാവും, സൈസ് കമ്പാരിറ്റീവ്ലി കാനോണിന് കുറവാണെന്ന് പറയാൻ സാധിക്കും. ഓൾസോ വെയിറ്റ് നോക്കുകയാണെങ്കിലും അത് ഈ ഒരു കാനോണിന് വെയിറ്റ് കുറച്ച് കുറവാണ്, വളരെ ചെറിയ വ്യത്യാസമുള്ളെങ്കിലും ഇതിന് ഏകദേശം ഒരു 400 ഗ്രാമിൻ്റെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. ഇതിന് 390 ഗ്രാമാണ് വന്നിട്ടുള്ളത്. 10 ഗ്രാമിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എങ്കിലും ഇതിന് വെയിറ്റ് കുറവാണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വെയിറ്റിൻ്റെയും അതിൻ്റെ ഒരു നമ്മുടെ കുറച്ചുകൂടി കോമ്പാക്റ്റബിലിറ്റി ആ ഒരു ടേം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറയാവുന്ന ലെൻസ് എന്ന് പറയുന്നത് കാനോണിൻ്റെ 55-250 എന്ന് പറഞ്ഞ ഈ ഒരു ലെൻസാണ്. ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 55-250 ഇതിൽ നോക്കുകയാണെങ്കിൽ 70 ആണ് മിനിമം ഫോക്കൽ ലെങ്ത്. അപ്പോൾ മിനിമം ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ കാനോണിൻ്റെ 55-250 ആണ്. കാരണം കുറഞ്ഞ ഫോക്കൽ ലെങ്ത് കിട്ടുന്നത് ഈ ഒരു ക്യാമറയിലാണ്. നമുക്ക് കുറച്ചും കൂടി അടുത്തുള്ള ഷോട്ട്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി ഒരു ക്ലോസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഫോക്കൽ ലെങ്ത് പറയുന്നത് 55 ആണ്. അപ്പോൾ 70 ഒക്കെ നല്ലത് 55 ആണ്. എന്നാൽ മാക്സിമം ഫോക്കൽ ലെങ്ത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നത് നിക്കോണിൻ്റെ ഈ ഒരു ലെൻസാണ് 70-300 300 എന്ന് പറഞ്ഞാൽ 250 മുകളിലാണ്. കുറച്ചും കൂടി ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഈ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് സാധിക്കും. അപ്പേഴ്ച്ചറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു ലെൻസിലാണ്. അപ്പേഴ്ച്ചർ നമ്പർ കുറവാണ്, 4 ആണ് ഈ ഒരു ലെൻസിൻ്റെ മിനിമം അല്ലെങ്കിൽ മിനിമം അപ്പേഴ്ച്ചർ നമ്പർ വന്നിട്ടുള്ളത്. അപ്പേഴ്ച്ചറിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു ലെൻസാണെന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ വെതർ സീൽഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് ലെൻസും വെതർ സീൽഡ് അല്ല, രണ്ടും അത്യാവശ്യം വെതർ സീൽഡ് അല്ലാത്തൊരു ലെൻസാണ്. നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ മോയ്സ്ചർ, ഈ ഫംഗസ് അതൊന്നും അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ രണ്ട് ലെൻസ് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ലെൻസുകൾ തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വെതർ സീൽഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ തന്നെ പറയാനായിട്ടുള്ളത്. ഈ ഒരു കാനോണിൻ്റെ ലെൻസ് നോക്കുകയാണെങ്കിൽ 55-250 ലെൻസിൻ്റെ കൂടെയുള്ള നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കൂടെയുള്ള ലെൻസ് ഹുഡ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ആക്സസറി ആയിട്ടാണ് കാനോൺ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നിക്കോണിൻ്റെ ലെൻസ് നോക്കുകയാണെങ്കിൽ ഈ ലെൻസ് സെപ്പറേറ്റ് വാങ്ങുന്ന സമയത്ത്, കോമ്പോയുടെ കാര്യമല്ല പറയുന്നത്, സെപ്പറേറ്റ് വാങ്ങുന്ന സമയത്ത് ഈ ഒരു ലെൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ലെൻസ് ഹുഡും അവൈലബിൾ ആണ്. സോ ഇതിന് എക്സ്ട്രാ ആക്സസറി ആയിട്ടല്ല നിക്കോൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇതിൻ്റെ ഒപ്പമുള്ള ഒരു ആക്സസറി ആയിട്ട് തന്നെയാണ് നിക്കോൺ കൊടുത്തിട്ടുള്ളത്. ഇനി ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് ലെൻസിലും ഇമേജ് സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആണ്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഷോട്ട്സ് എടുക്കാൻ നമുക്ക് രണ്ട് ലെൻസ് യൂസ് ചെയ്തിട്ട് സാധിക്കും. നമുക്കിനി എക്സ്റ്റേണലിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. സൈസിൻ്റെ കാര്യം പറഞ്ഞു, സൈസ് കുറച്ച് കൂടുതലാണ് ഈ ഒരു ലെൻസിലെന്ന് പറഞ്ഞു. പിന്നെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ബട്ടൺസിൻ്റെ കാര്യമാണ്. നമ്മുടെ ഈ ഒരു ലെൻസ് നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഇതിൽ ബട്ടൺസ് ഒന്നും തന്നെ വന്നിട്ടില്ല, എല്ലാം ഇൻ ബോഡി കൺട്രോളാണ്. ബോഡിയിലാണ് നമ്മൾ എല്ലാ കൺട്രോൾസും ചെയ്യുന്നത്. ഈ ഒരു ലെൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി ബട്ടൺസ് വന്നിട്ടുണ്ട്. ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ ഈ ഒരു ലെൻസിൽ വന്നിട്ടുണ്ട്. ഓൾസോ നോക്കുകയാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ബട്ടണും ഈ ഒരു ലെൻസിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ബട്ടൺ ലെൻസ് തന്നെ കൊടുക്കുന്നത്. നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്, വളരെ പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ മാറ്റാനൊക്കെ തന്നെ സാധിക്കും. അപ്പോൾ ബട്ടൺ ലെൻസിൽ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബട്ടൺ ലെൻസിലുള്ളത് തന്നെയാണ്. കാനോൺ നമ്മുടെ 55-250 ലെൻസിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ 7 ബ്ലേഡാണ് വന്നിട്ടുള്ളത്, അപ്പേർച്ചർ ബ്ലേഡുകൾ വന്നിട്ടുള്ളത്. ഈ ഒരു ലെൻസിലും 7 ബ്ലേഡ് തന്നെയാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ റൗണ്ടഡ് ബ്ലേഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതാണ്. ഫോക്കസ് നമുക്ക് നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടുന്നതിന് നമുക്ക് തന്നെ റൗണ്ടഡ് ബ്ലേഡ്സ് നമുക്ക് നല്ലതാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ റൗണ്ടഡ് ബ്ലേഡ്സ് ഉള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഇതിൽ റൗണ്ടഡ് അല്ല വന്നിട്ടുള്ളത് നമ്മുടെ നിക്കോണിൻ്റെ ലെൻസിൽ.
പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫോക്കസിങ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ മിനിമം ഫോക്കസിങ് ഡിസ്റ്റൻസ് ഈ ഒരു Canon ആയാലും മുന്നിട്ട് നിൽക്കുന്നത്. Canonൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 0.85 മീറ്റേഴ്സിൻ്റെ അകത്തുള്ള നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അത്രയാണ് ഇതിൻ്റെ ഒരു മിനിമം ഫോക്കസ് ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെങ്കിൽ 1.1 ആണ് ഫോക്കസ് ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ ഒരു ഫോക്കസ് ഡിസ്റ്റൻസിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് എലമെൻറ്റിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ Canonൻ്റെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് എലമെൻറ്റ് തിരിയുന്നുള്ളത് പറഞ്ഞിരുന്നു. പല ഫിൽറ്ററുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫ്രണ്ട് എലമെൻറ്റ് തിരിയുന്നത് നമ്മുടെ അതിൻ്റെ ഓറിയൻറ്റേഷൻ, ഇമേജ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇമേജിൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ അതൊരു ശരിയായ കാര്യമല്ല. ഈ ഫ്രണ്ട് എലമെൻറ്റ് തിരിയുന്നത് നമുക്ക് പല ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയാം. എന്നാൽ നിക്കോണിലാണെങ്കിൽ ഫ്രണ്ട് എലമെൻറ്റ് തിരിയില്ല. നമുക്ക് ഫോക്കസ് റിങ് തിരിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ തന്നെ വരുന്നത്. ഇത് ഫിക്സ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മളിതിൻ്റെ സൗണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു 70-300 ലെൻസ് സൈലൻ്റ് ആണ്, വളരെ സൈലൻ്റ് ആണ്, ഒട്ടും സൗണ്ട് പുറത്തേക്ക് വരില്ല. എന്നാൽ നമ്മുടെ ഈ ഒരു ലെൻസ് സൈലൻ്റ് അല്ല. ഇതിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആയാലും ഫോക്കസിങ് ആയാലും ഓട്ടോ ഫോക്കസ് ആയാലും എല്ലാം തന്നെ ഭയങ്കര നോയ്സി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയാണ് ഈ ഒരു രണ്ട് ലെൻസിൻ്റെ കമ്പാരിസനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇതിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. എനിക്ക് നന്നായി തോന്നിയത് Canonൻ്റെ ലെൻസും കുഴപ്പമില്ല, എങ്കിലും കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ നിക്കോണിൻ്റെ ലെൻസാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ നിക്കോൺ യൂസറാണ് അതുകൊണ്ട് പറയുന്നതല്ല, എങ്കിലും എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത്ത്, കൂടിയ ഫോക്കൽ ലെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് നിക്കോണാണ്. നമുക്ക് കുറച്ചുകൂടി ദൂരത്തേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് എലമെൻറ്റ് തിരിയില്ല, നമുക്ക് ഏത് ഫിൽറ്റർ ഓൺസ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ സൈലൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ സൈലൻ്റാണ് നിക്കോണിൻ്റെ എന്ന് പറയുന്നത്. സൈലൻറ്റ് ആയിട്ടുള്ള മോട്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓട്ടോ ഫോക്കസിൻ്റെ സൗണ്ട് ഒന്നും തന്നെ പുറത്ത് കേൾക്കില്ല. പിന്നെ അത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ലെൻസ് നല്ലതാണെന്ന് പറയാം. പിന്നെ മൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു, മെറ്റാലിക് മൗണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ലെൻസിൻ്റെ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാവുന്നത്. പിന്നെ അതുതന്നെയാണ് ഈ ഒരു ലെൻസിൻ്റെ കാര്യം. ലോ ലൈറ്റ് പെർഫോമൻസ് ഈ ഒരു ലെൻസിന് കുറവാണ്. അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിൽക്കുക, ഒരു പടി മുന്നിൽ നിൽക്കുക നമ്മുടെ 55-250 ലെൻസാണ്, അത് പറയാതിരിക്കാൻ വയ്യല്ലോ. ഓക്കെ, എങ്കിലും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്, രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വേർത്തായിട്ട് തോന്നിയത് ഈ ഒരു ലെൻസാണ്, നിക്കോണിൻ്റെ ലെൻസാണ്. രണ്ടും ഏകദേശം സെയിം വില തന്നെയാണ് വന്നിട്ടുള്ളത്. വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. വിലയിൽ ഏകദേശം ഒരു 17-18 ആ ഒരു റേഞ്ച് തന്നെയാണ്, 18,000 അടുത്ത് തന്നെയാണ് രണ്ട് ലെൻസിൻ്റെയും വില വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് Canon 55-250 mm ലെൻസും നിക്കോണിൻ്റെ 70-300 mm ലെൻസും തമ്മിലുള്ളൊരു കമ്പാരിസനാണ്. നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. ഇതിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ടുള്ള ഒരു ലെൻസായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ നിക്കോണിൻ്റെ ലെൻസാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. പല ആൾക്കാർക്ക് പല അഭിപ്രായമായിരിക്കും. Canon യൂസേഴ്സിന് Canonൻ്റെ ലെൻസ് ആയിരിക്കും നല്ലത്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലായാലും എൻ്റെ ഒരു യൂസർ ഫ്രണ്ട്നെസ് ആയിട്ട് എനിക്ക് തോന്നിയതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ലെൻസിൻ്റെ കാര്യമാണ്. ഈ ഒരു ലെൻസ് നോക്കുകയാണെങ്കിൽ പിന്നെ പറയാൻ പറഞ്ഞത് കാര്യം അത്യാവശ്യം ഫാസ്റ്റാണ്. നിക്കോണിൻ്റെ ലെൻസ് Canonൻ്റെ ഈ ഒരു 55-250 ലെൻസിനേക്കാൾ കുറച്ച് ഫാസ്റ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫോക്കസിങ്ങിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.